മൈഗ്രെയിൻ ആണെന്ന് പറയുമ്പോഴും തലവേദനയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മയില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. ഇങ്ങനെയുള്ളവര് ഡോക്ടറെ കാണുന്നതിന് മുമ്പായിട്ട് ഈവൻ ട്രീറ്റ്മെന്റിലാണെങ്കിലും ഒരു മൈഗ്രെയിൻ ഡയറി പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ്, അതായത് എന്ത് ചെയ്യുമ്പോഴാണ് തലവേദന വരുന്നത്, തലയുടെ ഏത് ഭാഗത്താണ്, ഏത് രീതിയിലാണ് വേദന വരുന്നത്, അതിന്റെ നേച്ചർ എങ്ങനെയാണ്, ആ സമയത്ത് മറ്റെന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്. മൈഗ്രെയിൻ വരുമ്പോഴല്ലെങ്കിലും തലവേദന മാറി ഒന്ന് ബെറ്റർ ആവുമ്പോൾ മറന്നു പോകുന്നതിന് മുമ്പായിട്ട് ഒരു പോക്കറ്റ് ഡയറിയിലോ മൈഗ്രെയിൻ ട്രാക്കിംഗ് ആപ്പിലോ ഈ ഡീറ്റെയിൽസ് ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. തലവേദനയുടെ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമാണ് അത് മൈഗ്രെയിൻ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. മറ്റൊന്ന്, കുറെ കാലമായിട്ട് മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ തലവേദനയിലും ഒപ്പമുണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങളിലും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. തലവേദന കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനോടൊപ്പം വരുന്ന മറ്റു ലക്ഷണങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ പല ട്രിഗറിങ് ഫാക്ടേഴ്സും. സോ ഇത്തരത്തിൽ മിസ്സാവുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സും സിംറ്റംസും കണ്ടെത്താനും മൈഗ്രെയിൻ ഡയറി സഹായിക്കും. വേറൊരു കാര്യം, കറക്റ്റായ മെഡിസിൻ സെലക്ട് ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള സിംറ്റംസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഹോമിയോപ്പതിയിൽ ഇങ്ങനെയുള്ള ഓരോ സിംറ്റംസും ബേസ് ചെയ്താണ് മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നത്.